Hello friends, welcome back to Tastycurry. I am going to Chapati video. I am stuffed Chapati or stuffed Paratha. This channel subscribe all on the bell icon enable to അപ്പോൾ നമ്മൾ സ്റ്റഫ്ഡ് പറാത്തയ്ക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കി ഇരിപ്പുണ്ട്. ഇനി അതിൽ സ്റ്റഫിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നത് നോക്കാം. 100 ഗ്രാമിൽ താഴെ ക്ലീൻ ആക്കി എടുത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് ആയിട്ടുള്ള കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉപ്പും മഞ്ഞളും ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട്. അത് പിന്നെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ട് അത് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. തൊലി കളയാതാണ് പുഴുങ്ങിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് വെന്ത് കഴിച്ചിട്ടാണ് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത്. തൊലി നമ്മളിപ്പം പുഴുങ്ങിയെടുക്കുമ്പോഴൊക്കെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലി കളയാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൊസല്ല ചീസ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ ഒരു ലെയർ ചെഡാർ ചീസ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ശകലം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മിക്സാക്കി എടുക്കുന്നു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ താഴെ ക്രഷ്ഡ് ചില്ലിയുടെ ഡ്രൈ ചില്ലിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. ഉപ്പ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ചിക്കൻ വേവിച്ചതിനകത്ത് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ചീസിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. എല്ലാം കൂടെ ആവശ്യമുള്ള ഉപ്പുണ്ട്. പിന്നെ ചപ്പാത്തി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൊന്തി വരുന്ന ചപ്പാത്തി ആയതുകൊണ്ട് അതിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിനകത്തോട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചപ്പാത്തിയുടെ ഉള്ളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചീസും ചിക്കനും എല്ലാം കൂടെ ഉള്ള ആ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ മറ്റുള്ള ചപ്പാത്തിയും ഇതേ രീതിയിൽ തന്നെ പൊട്ടറ്റോയുടെ മിക്സ് വെച്ച് നിറച്ചെടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചു. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 മിനിറ്റ് ചൂടായി വന്നാൽ മതി. എന്നിട്ട് തിരിച്ചിട്ടും മറ്റേ സൈഡും അതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഉപയോഗിക്കാഞ്ഞത് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കും, ഭയങ്കര ഹെവി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കാഞ്ഞത്. ഒരു സൈഡ് ചൂടായി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്ത് 2 മിനിറ്റോളം ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് ചപ്പാത്തി അഥവാ സ്റ്റഫ്ഡ് പറാത്ത വേറിട്ട രീതിയിൽ ഫില്ല് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റഫ്ഡ് എഗ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വേറെ ദിവസം ഉണ്ടാക്കുന്നതാണ്. രാവിലെ എന്നും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ബാലൻസ് വരുന്ന ചപ്പാത്തി വെച്ചിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റഫ്ഡ് എഗ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ഉപ്പും ശകലം ക്രഷ്ഡ് പെപ്പറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു.
പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിക്ക് ഒരു ഹോൾ ഇട്ടിട്ട് അതിനുള്ളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് തവയിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പി കൂടിയാണ് ഇത്. അങ്ങനെ ചപ്പാത്തി കൊണ്ട് വളരെ ഈസി ആയിട്ട് ആലു പറാത്തയും എഗ്ഗ് പറാത്തയും റെഡിയായി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇതുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.